ഹായ് ദിസ് ഡി ടി എച്ച് ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ദിലീഷ് കരുണാകരൻ്റെ ലവ്ലി 3D. മാത്യു തോമസ് ആണ് ലീഡ് റോളിൽ. ദിലീഷ് കരുണാകരൻ്റെ സെക്കൻഡ് ഡയറക്ടോറിയൽ വെഞ്ചറാണ് തമാർ പടാറിന് ശേഷം. ദിലീഷ് കരുണാകരൻ അല്ലെങ്കിൽ ദിലീഷ് നായർ ശ്യാം പുഷ്കറിൻ്റെ കൂടെ നമുക്ക് നിരവധി അല്ലെങ്കിൽ ഒരു 3-4 മികച്ച കഥയും തിരക്കഥയും സമ്മാനിച്ച ആളാണ് ദിലീഷ്. ആഷിഖ് കപൂറിനാണ് സിനിമാറ്റോഗ്രാഫി. ഓബ്വിയസ്ലി പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ഈ പടത്തിൻ്റെ പുറത്ത് എനിക്ക്. ദിലീഷ് കരുണാകരൻ ഇതിനു മുമ്പ് സിനിമയിൽ കയറുന്നതിന് മുമ്പ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പുള്ളി ഒരു ആനിമേറ്റർ ആയിരുന്നു, 2D ആനിമേറ്ററൊക്കെ ആയിരുന്നു എന്നാണ് ഞാൻ വായിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഈ പടം വിഷ്വലി കൊള്ളാം, വിഷ്വലി തരക്കേടില്ല, VFX-ഉം അങ്ങനെ മോശമൊന്നുമല്ല. ഇതിനിടയ്ക്ക് അതായത് ലാസ്റ്റ് ഭാഗത്തോട് അടുക്കുമ്പം ഒരു ഉഗ്രൻ വിഷ്വലുണ്ട്. അതായത് മാത്യു തോമസ് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മാത്യു തോമസിൻ്റെ മുന്നിൽ വന്നിട്ട് ഈ ഈച്ച, ലവ്ലി എന്ന ഈച്ച പറന്ന് പൊങ്ങുന്ന ഒരു സീനുണ്ട്. വളരെ ഒരു മാസീവ് സ്കെയിലിൽ എടുത്ത് നമുക്ക് തോന്നും കാണുമ്പോൾ. പക്ഷേ എന്ന് വെച്ചാൽ ആ ഒരു സ്കെയിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് രസകരമായൊരു വിഷ്വലായിരുന്നു, വളരെ നല്ല വിഷ്വലായിരുന്നു. അതിന് ആനിമേഷൻ, അതുകൊണ്ട് തന്നെ ആനിമേഷൻ ആയാലും പൊതുവെ VFX നല്ലതാണ്. 3D ആണെങ്കിലും ആ ഒരു എഫക്ട്സൊക്കെ ഇതിൽ ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ടെക്നിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ ആഷിഖ് കപൂറിൻ്റെ സിനിമാറ്റോഗ്രഫിയൊക്കെ ആയതുകൊണ്ടും ടെക്നിക്കലി ഈ മൂവി തരക്കേടില്ല. അതിൽ മികച്ചതെന്ന് പറയാൻ വേണ്ടിയില്ലെങ്കിലും തരക്കേടില്ലാത്ത അനുഭവമാണ് വിഷ്വലി. ഈ പടത്തിന് ഏറ്റവും വലിയ വീക്ക്നെസ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. ദിലീഷിൽ നിന്ന് ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല. കാരണം പുള്ളി വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. പക്ഷേ ഇതിനകത്ത് ഈ പടത്തിൽ ഒരുപാട് അനാവശ്യമായ കഥാപാത്രങ്ങളും മനോജ് വിജയൻ്റെ ആയാലും ബാബുരാജിൻ്റെ ആയാലും ഇതൊന്നും എവിടെയും എത്തുന്നില്ല. ഈ മനോജ് വിജയൻ്റെ ഒരു സൈഡിൽ കൂടെ പോകുന്ന ട്രാക്കാണെങ്കിലും ബാബുരാജിൻ്റെ ട്രാക്കാണെങ്കിലും ഇതെന്തിനായിരുന്നു, ഇത് വല്ല വെട്ടിക്കുറച്ചാണോ അവസാന നിമിഷം, അത് ക്ലിയർ ആയില്ല. അത് കണക്ക് ഈ കഥയും, ഈ ഈച്ചയുടെ കഥയും മാത്യുവിൻ്റെ കഥയും ഒന്നും എവിടെ എത്തുന്നില്ല. ഇതിങ്ങനെ കാണിക്കുന്നുണ്ട്, ഓരോ ഭാഗങ്ങളായിട്ട് ഇത് കാണിക്കുന്നുണ്ടെന്നല്ലാതെ ഒരു പൂർണ്ണത എവിടെയും ലഭിക്കുന്നില്ല. മാത്യുവിൻ്റെ ക്യാരക്ടർ ബോണി ബേബിയും അമ്മയും തമ്മിലുള്ള കുറച്ച് സീൻസ് ഉണ്ട്. അത് 1-2 സീൻസ് രസകരമാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ കൂടുതലൊന്നുമില്ല അതിലും. കഥ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ, ഒരു 1 ലൈൻ പോലെ പറയുകയാണെങ്കിൽ, ഈ മാത്യുവിൻ്റെ ക്യാരക്ടർ ഈ ഈച്ചയുടെ ക്യാരക്ടർ, ലവ്ലി എന്നുള്ള ഈച്ചയുടെ ക്യാരക്ടറുമായിട്ട് ഒരു സൗഹൃദത്തിലാവുന്നതാണ്. മാത്യു ഒരു ഗവൺമെൻറ് ജോലിക്കാരനാണ്, ഒരു LD ക്ലർക്കായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. പക്ഷേ സ്വപ്നം കാനഡയിൽ പോകണം എന്ന സ്വപ്നമായിട്ടാണ് വരുന്നത്. പക്ഷേ കുറച്ച് കാലത്തേക്ക് ഈ സർക്കാർ ജോലി ചെയ്യാം എന്ന് പറഞ്ഞ് ചെയ്യുന്ന ക്യാരക്ടറാണ് ബോണിയുടെ ക്യാരക്ടർ. അതിനിടയിൽ സംഭവിക്കുന്ന ഒരു പർട്ടിക്കുലർ സംഭവത്തിൽ നിന്നാണ് ബാക്കി കഥ പോകുന്നത്. ആ പർട്ടിക്കുലർ സംഭവവും കൺവിൻസിങ് അല്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൺവിൻസിങ് അല്ല ഈ സിനിമയിൽ. മാത്യുവിൻ്റെ പെർഫോമൻസ് കുഴപ്പമില്ല. പുള്ളി ഇങ്ങനെ റോൾ കിട്ടിയ സ്ഥിതിക്ക് പിന്നെ ചെയ്ത് തീർക്കണമല്ലോ. അതുകൊണ്ട് പുള്ളിയുടെ പെർഫോമൻസ് വലിയ കുഴപ്പമൊന്നും കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈച്ചയുടെ ക്യാരക്ടർ, അത് ഈച്ചയുടെ വോയിസ് കൊടുത്തിരിക്കുന്നത് ഉണ്ണിമായ ആണെന്നോ ശിവാംഗി ആണെന്നോ കാണുന്നു. എനിക്ക് തന്നെ കൺഫ്യൂഷനായി ഇതിൽ ആരാണെന്നുള്ളത്. ഓഡിയൻസ് എന്ന നിലയിൽ ഈ പടം കാണുമ്പോൾ ഈ പടത്തിനെ ഫാൻറ്റസി ആയിട്ടോ ഡ്രീം ലൈക്കായിട്ടോ സറിയലായിട്ടോ കാണാമെങ്കിലും അവസാനമാകുമ്പം അങ്ങനെയുമല്ല കഥ പോകുന്നത്. എന്നാൽ ഏറ്റവും അവസാനം ഇതിനൊരു പാർട്ട് 2 വരുന്ന പോലെ രീതിയിലൊക്കെ അങ്ങനെ വായിച്ചെടുക്കാം. പക്ഷേ അതും ഡിസപ്പോയിൻറ്റിങ് ആയിരിക്കാനാണ് സാധ്യത അങ്ങനെ വരുന്നുണ്ടെങ്കിൽ. കാരണം അതിനുള്ളൊരു സ്കോപ്പൊന്നും ഈ പടത്തിൽ അല്ലെങ്കിൽ സൂപ്പർ ഹീറോ പരിവേഷമോ അല്ലെങ്കിൽ അങ്ങനെ രീതിയിൽ തുടരാൻ വേണ്ടിയുള്ള സ്കോപ്പോ പൊട്ടൻഷ്യലോ ഈ പടത്തിനുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അത് മാത്രമല്ല, ഈ സിനിമ ആരാണ് ടാർഗറ്റ് ചെയ്തതെന്നൊന്നും ക്ലിയർ അല്ല. കാരണം ഇതിനകത്ത് കാണിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇതൊരു UA പടമാണ്. കാരണം ഇതൊരു കിഡ്സ് പടം എന്ന രീതിയിലും പറയാൻ പറ്റത്തില്ല, എന്നാൽ അഡൽട്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു പടമാണെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഇത് ഏത് രീതിയിൽ എടുക്കണം, ഏത് ഓഡിയൻസ് ടാർഗറ്റ് ചെയ്യണം എന്ന് അവർ തന്നെ ക്രിയേറ്റേഴ്സിന് കൺഫ്യൂസ്ഡ് ആയ പോലെ തോന്നി ഈ സിനിമ കണ്ടപ്പോൾ. ഈ പടം ഇറക്കാൻ ഇവർ ധൈര്യം കാണിച്ച ആ ഒരു മനസ്സെനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ഈ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള
ഒരു പടം ചിന്തിക്കാനും പൂർത്തീകരിക്കാനും അത് ഇറക്കാനും ധൈര്യം സംഭവിച്ചു. പക്ഷേ എക്സിക്യൂഷൻ വളരെ മോശമായി പോയെന്ന് തോന്നി. ഇങ്ങനൊരു പടം ഇറക്കുമ്പോൾ എനിക്ക് ഓഫ് ഷാബി കണക്കുള്ള പടങ്ങളാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ക്ലാസിക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ പടം എവിടെ എത്തുന്നില്ല. കാരണം മാത്യു തോമസും ഈ ഈച്ചയോടുള്ള ബോണ്ടാണല്ലോ ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആവേണ്ടിയിരുന്നത്. ഇങ്ങനത്തെ പടങ്ങളുടെ ഏറ്റവും വലിയ ഗുണം അല്ലെങ്കിൽ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആവേണ്ടത് ഈ ഒരു ഇമോഷണൽ ബോണ്ടാണ്. ആ ഒരു വൈകാരിക ബന്ധം നമുക്കും അനുഭവിച്ചറിയാൻ പറ്റണം. പക്ഷേ അത് ഇവിടെ മിസ്സിംഗ് ആണ്. നമുക്ക് വൈകാരിക ബന്ധം തോന്നേണ്ട സമയത്ത് വൈകാരികമായിട്ടുള്ള ബന്ധം നമുക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ സങ്കടം തോന്നേണ്ട നിമിഷങ്ങൾ നമുക്ക് സങ്കടം തോന്നുന്നില്ല. അവിടെ ഒരു ബോണ്ട് അനുഭവിച്ചറിയാൻ പറ്റേണ്ട നിമിഷങ്ങൾ നമുക്ക് ബോണ്ട് അനുഭവിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ പടം ഇന്നെഫക്റ്റീവായിട്ട് എനിക്ക് തോന്നാനുള്ള മെയിൻ കാരണം. 1 star out of 5 for Lovely. Thanks for watching.